ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ നിങ്ങളുടെ ആശാ മിസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേറ്ററ്റ് എക്സാം ഒരുപാട് പ്രതീക്ഷയുമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്നുണ്ട്. അപ്പോൾ കേറ്ററ്റ് അങ്ങ് വെറുതെ കിട്ടിയാലോ? ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഈ വെറുതെ കിട്ടുക എന്നുള്ളതിന് അർത്ഥം, വെറുതെ കിട്ടുക എന്നുള്ള പദം പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഫ്രീ ആയി കിട്ടുക. എങ്ങനെയാണ് ഫ്രീ ആയി കിട്ടുക? നിങ്ങൾ ഒരു ടെൻഷനുമില്ലാതെ എക്സാമിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം നിങ്ങൾക്ക് 100% ഫ്രീ ആയി കിട്ടും. അത് ഞാൻ ഉറപ്പ് നൽകുന്നു. എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ടെൻഷൻ ഫ്രീ ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പദമാണ് ആ ടെൻഷൻ. പരീക്ഷയെ സമീപിക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള ആകുലതകൾ എന്തൊക്കെയാണ്? ഞാൻ കഴിഞ്ഞ തവണയും തോറ്റു, അതിൻ്റെ മുമ്പിലത്തെ വർഷവും തോറ്റു. ചിലവർ വിചാരിക്കും എനിക്കിത് വിധിച്ചിട്ടില്ല, കേറ്ററ്റ് എക്സാം എനിക്ക് വിധിച്ചിട്ടില്ല എന്നൊരു മുൻധാരണയുമായിട്ടാണ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷയെ സമീപിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യവും പരാജയം തന്നെയായിരിക്കും. ഉറച്ചു വിശ്വസിക്കുക, ഉള്ള സമയം ഞാൻ കറക്റ്റായി പഠിക്കും. എങ്ങനെ പഠിക്കാൻ പറ്റും? എൻ്റെ പഠന സ്ട്രാറ്റജിയിൽ കഴിഞ്ഞ തവണകൾ വരുത്തിയ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഞാൻ അവിടെ വരുത്തി വെച്ചത്, അതിനുള്ള ഒരു സൊല്യൂഷൻ ഈ തവണ ഈ 30 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുക. എന്തായിരുന്നു തെറ്റ്? കഴിഞ്ഞ തവണ എൻ്റെ മാർക്ക് പോയത് എവിടെയൊക്കെയാണ്? ചിലവർക്ക് സമയം തികഞ്ഞിട്ടുണ്ടാവില്ല, പരാജയത്തിൻ്റെ പ്രധാന കാരണമാകും. 150 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ആകെ എഴുതിയിട്ടുണ്ടാകുക 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 120 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 30 ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ടൈം എടുത്ത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായിരിക്കാം പ്രധാന പ്രശ്നം. 120 മാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് അറ്റൻഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും നമ്മൾ 90 മാർക്ക് എത്തിപ്പെടുമെന്നുള്ളത്? അല്ലേ? നമ്മൾ 150നും അത് വെറുതെ കറക്കി എഴുതിയല്ല, 150ഉം നമ്മൾ വായിച്ചു മനസ്സിലാക്കി എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. ഇറങ്ങുമ്പോൾ നമ്മൾ പാസ്സാവുമെന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വില്ലനെ ഇനിയുള്ള ദിവസങ്ങളിൽ മാറ്റിപ്പിടിക്കണം. അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ ടീച്ചറെ ഞാനെല്ലാ ടോപ്പിക്കും പഠിച്ചിട്ടില്ല, ഞാനെല്ലാം പഠിക്കാതെ എങ്ങനെയാണ് 150 മാർക്കിന് പരീക്ഷ എഴുതുക? സുഹൃത്തെ, നിങ്ങളെല്ലാവരും എല്ലാം പഠിച്ചിട്ട് ഒരിക്കലും പരീക്ഷ എഴുതാൻ പോകുന്നില്ല. കാരണം ഇതൊരു 150 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൻ്റെ ഒരു 10 ഇരട്ടിയോളം കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹോളിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ സിലബസ് അനുസരിച്ച് സിലബസിൽ വരച്ചുപോയി നിങ്ങൾ പോർഷൻ തീർക്കാൻ പോകുന്നില്ല. പക്ഷേ എന്ത് വേണം? ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള പാറ്റേൺസ് കണ്ടെത്തുക. ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള, ഇപ്പോൾ EVSൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കേറ്ററ്റ് കാറ്റഗറി 1 and 2 എഴുതുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും, EVSൻ്റെ 2013 തൊട്ട് 23 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും ഈ ക്വസ്റ്റ്യനിൽ പലതും റിപ്പീറ്റ് ഉണ്ട്, പക്ഷേ അതിലും കൂടുതൽ പാറ്റേൺ ചേഞ്ചസ് വരുമ്പോഴും കോർ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ കോർ ഏരിയ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സേഫായിട്ട് 30ൽ ഒരു 22 മുതൽ ഒരു 27, ബിറ്റ്വീൻ 20 to 27, 3 ക്വസ്റ്റ്യനൊക്കെ അങ്ങ് പോട്ടെ, 3 ക്വസ്റ്റ്യനൊക്കെ അത്യാവശ്യം നല്ല ലെവലിൽ ചോദിക്കും. സേഫായിട്ട് പറയുകയാണെങ്കിൽ 22 മുതൽ 27 വരെയുള്ള മാർക്ക് നേടാൻ പറ്റും. ആ കോർ ഏരിയ കണ്ടെത്തി പഠിക്കണമോ? അതിനൊരു 15 മണിക്കൂർ മതി. അതിൽ കൂടുതൽ സമയം ഒന്നും വേണ്ട. ഒരു 15 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ പഠിക്കുമ്പോൾ? അപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് 13 തൊട്ട് ടീച്ചർ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനും നിങ്ങളും പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് എനിക്ക് പാസ്സാകാൻ പറ്റാത്തത്? അതാണ് ഞാൻ പറഞ്ഞത്. അത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയല്ല ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയ പിന്നെ അതല്ല, ചോദ്യം റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു പോസിബിലിറ്റി നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫാക്ട്സ് പഠിച്ചെടുക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു മണ്ണ് പഠിക്കണമെങ്കിൽ അവിടെ എന്തേ ഉള്ളൂ, മണ്ണ് നമുക്ക് ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ പരീക്ഷയ്ക്ക് 6 മാസം മുമ്പ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തനിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും വരില്ല, സമയമുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാപ്സൂൾ രീതിയിലുള്ള നോട്ട് വേണം. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടൈം അല്ലേ? അപ്പോൾ ആ ടൈമിൽ വെച്ചു വേണം അത് പഠിക്കാൻ.
ഇനിയും ഇത് ഫ്രീ ആയി കിട്ടാനുള്ള അടുത്തൊരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞു ആത്മവിശ്വാസക്കുറവ്. പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുമ്പേ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇത് കിട്ടില്ല. അപ്പോൾ ആത്മവിശ്വാസം വേണം. പലരും ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോറ്റു, അപ്പോൾ എൻ്റെ ഒരു മാർക്ക് പോയത് എന്തിലാണ്? ഒരു 2-3 മാർക്കിലാണ്. അതായത് ഞാനൊരു അടുത്തുണ്ട്, അല്ലെങ്കിൽ ഒരു 5 മാർക്കിനാണ് ഞാൻ തോറ്റത്. അത് ഞാൻ അതായത് എൻ്റെ ടാർഗറ്റ് ഞാൻ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കതങ്ങ് മേക്കപ്പ് ചെയ്ത് കയറാൻ പറ്റും. ആ കഴിഞ്ഞ തവണ വന്ന ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ പോകാം. ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ പറയും, അതായത് നിങ്ങൾ അവിടെ എടുക്കേണ്ട സ്ട്രാറ്റജി വേറെയാണ്. കഴിഞ്ഞ തവണ ഒരു 10 മാർക്കിന് ഉള്ളിൽ പോയവരാണ് നിങ്ങളെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങളുടെ എഫേർട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ ഡബിൾ ആക്കണം. കാരണം എങ്കിൽ ആ ഡബിൾ ആക്കിക്കോ. കഴിഞ്ഞ തവണ പഠിച്ചതിൻ്റെ നേരെ ഇരട്ടി പഠിക്കുക, ഉറപ്പിച്ചോ എക്സാം ക്ലിയർ ചെയ്യും. അതല്ലാതെ കഴിഞ്ഞ തവണത്തെ നോട്ട് വെച്ച് അത് തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നോക്കിക്കോ, നിങ്ങൾ ഈ പ്രാവശ്യം പരാജിതരാകാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിൽ കൂടുതൽ പഠിക്കാൻ മെനക്കെടണം, അതിൽ കൂടുതൽ റിവിഷൻ നടത്തണം, അതിൽ കൂടുതൽ മോഡൽ എക്സാംസ് എഴുതണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ ടോപ്പിക്ക് മാത്രമല്ല, റിവിഷനും മോഡൽ എക്സാമും ഉൾപ്പെടുത്തുന്നതിനെയാണ് പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പാസ്സാകാൻ പറ്റത്തുള്ളൂ. പാസ്സാകുക, വെറുതെ പാസ്സല്ല, സേഫിൽ പാസ്സാകാം. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഞാൻ പാസ്സായി അല്ലേ? ആൻസർ കീ വന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം കൂടെ നമുക്ക് ഉറപ്പിക്കാം, ഇനി എനിക്ക് കേട്ടിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പാസ്സായി. അടുത്തത്, ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം ഫ്രീ ആയി എഴുതണമെങ്കിൽ ഒന്ന് പറയുക, നിങ്ങൾ യുണീക്കാണ്. ആസ് എ പേഴ്സൺ നിങ്ങൾ യുണീക്കാണ്. മറ്റുള്ളവരെ ഇപ്പം നമ്മൾ 1-2 പ്രാവശ്യം പരീക്ഷ എഴുതി പരാജയതരായി. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിത് സ്വയം പഠിച്ചാണ് എഴുതിയത്, അല്ലെങ്കിൽ എനിക്കിത് ഒരു ഒറ്റ പരീക്ഷയുടെ തലേന്ന് ഞാനിത് പോയി എഴുതിയതേ ഉള്ളൂ, ഞാനിത് പരീക്ഷാ ഹോളിൽ കയറുമ്പോഴാണ് സിലബസ് പോലും അറിഞ്ഞത്, ഞാൻ വെറുതെ പോയി എഴുതിയിട്ട് എനിക്ക് കേറ്ററ്റ് കിട്ടി. സുഹൃത്തെ, അങ്ങനെയുള്ളവരുണ്ടാകാം. ഞാൻ പറയുന്നില്ല ഇല്ലെന്ന്, അങ്ങനെയുള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവരുടെ സ്ട്രാറ്റജി, അതാ ഞാൻ പറയുന്നത് നമ്മൾ യുണീക്കാണെന്ന് പറഞ്ഞത്. അവരുടെ സ്ട്രാറ്റജി, അവർ ചിലപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, വേറെ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, BEd കഴിഞ്ഞ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളായിരിക്കാം. അവരുടെ സ്ട്രോങ് പോയിന്റ് ആകാം ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ കോച്ചിങ് എടുത്ത വിദ്യാർത്ഥികളാകാം. അവരിത് പാസ്സാവുന്നവർക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ല. പക്ഷെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, കേരളത്തിൽ 17-നും 22-നും ഇടയ്ക്ക് മാത്രമേ ആകെ വിജയ ശതമാനം ഉണ്ടായിട്ടുള്ളൂ കേറ്ററ്റ് എക്സാമിന്. അതായത് 100-ൽ ഇത്രയും പേര്, 17 പേര് തൊട്ട് 22 പേര് വരെ പാസ്സാകുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തോക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ പരീക്ഷ അല്പം നിലവാരം അർഹിക്കുന്ന പരീക്ഷ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ സിമ്പിളാണെന്നൊക്കെ തോന്നും, പാരഗ്രാഫ് തന്നിട്ട് അത് എഴുതിയാൽ പോരെ, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളല്ലേ, ഇതിനൊക്കെ എന്തിനാ ഇത്രയും ദിവസം മെനക്കെടുന്നത്, ഇതിനെന്തിനാ ഒരു കോച്ചിങ് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങളെ ഉപദേശിക്കാൻ പലരും കാണും. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പം ഒരു 25 ദിവസത്തിന് താഴെ ആ സമയം കൊണ്ട് നിങ്ങൾ പഠിക്കണം എങ്കിൽ നിങ്ങൾ എടുക്കേണ്ട സ്ട്രാറ്റജീസ് നിങ്ങൾ ഓൺ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? അത് നമ്മൾ എന്താകരുത്, ഇനിയും ആ ഒരു കോൺഫിഡൻസ് വെച്ച് മുന്നോട്ട് പോകണം അല്ലേ? ഒരു കോൺഫിഡൻസ് വെച്ചിട്ട് ഇതെനിക്ക് കിട്ടും. 150 ഡിവൈഡഡ് ബൈ 25 നോക്കിക്കേ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇപ്പം ഞാൻ ഈ ഒരു സാധാരണ ബേസ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 10-40 മാർക്കിന്, ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് പോലും 10-40 മാർക്കിനൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ കയ്യിലുണ്ടാകും അല്ലേ? അവിടെ നിന്നും നിങ്ങൾ ഈ പറയുന്ന 20-25 ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എത്ര മാർക്കേ ഉള്ളൂ? ബാക്കിയുള്ള പാസ് മാർക്ക്, അതായത് എത്ര, ഒരു 60 മാർക്ക് നേടിയെടുത്താൽ മതി. ബാക്കിയൊക്കെ ഉള്ളത് നിങ്ങളുടെ കാണും. പാസേജ് റീഡിങ് ഒരു 10 എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെ വൊക്കാബുലറി നിങ്ങൾക്ക് കിട്ടും. ആ ഒരു 60 മാർക്ക് അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ പെടുന്നത്. അതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ നേടേണ്ടത്. ഫ്രീ ആയി കേറ്ററ്റ് കിട്ടണമെങ്കിൽ ഈ ടിപ്സ് ഫോളോ ചെയ്താൽ മതി, ഒരു സംശയമില്ല. എത്ര മണിക്കൂർ പഠിക്കണം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനിയുള്ള ദിവസം എത്ര മണിക്കൂർ? മിനിമം 4 മണിക്കൂർ പഠിക്കാൻ സമയം കണ്ടെത്തുക. മിനിമം, ഞാൻ പറയുന്നത് മിനിമമാണ്. മിനിമം 4 hours പഠനത്തിന് വേണ്ടി കിട്ടണം. സെർച്ചിങ്ങോ മെറ്റീരിയൽ പ്രിപ്പറേഷനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്.
കാര്യങ്ങൾ പഠിച്ചത് കണക്കാണെങ്കിൽ ചെയ്തു നോക്കാൻ അങ്ങനെയുള്ളത് ഒരു 4 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ഞാൻ ജോലിക്ക് പോകുന്നതാ, എനിക്ക് പറ്റില്ല. ഉണ്ട് സുഹൃത്തെ സമയം, വൈകുന്നേരങ്ങളും ഒക്കെ നിങ്ങളുടേതായ സമയം കണ്ടെത്തുക. മോർണിംഗ് നേരത്തെ എണീക്കുക. കാരണം ഇത് ഒരു അത്യാവശ്യ കാര്യമാണ്. എന്തിനാ ടീച്ചറെ ഇപ്പം ഇത് കേറ്ററ്റൊക്കെ എഴുതിയെടുത്തിട്ട് എന്തിനാണ് ഞാനിപ്പോൾ ഒരു കേറ്ററ്റ് എഴുതിയെടുക്കുന്നത്? LP ഒക്കെ വിളിച്ചില്ലേ ടീച്ചറെ? നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ പോകണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഡെയിലി വേജസ് ആയാലും പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 28 എബോവ് കിട്ടും. 28,000 രൂപയ്ക്കധികം നിങ്ങൾക്ക് കിട്ടും. പ്രൈമറി സ്കൂളിൽ പോയാലും കിട്ടും, UP സ്കൂളിൽ പോയാലും, അല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 28,000 എബോവാണ് വരുന്നത് ഞാൻ പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ കണ്ടെത്തുന്നില്ല. പലപ്പോഴും നമ്മൾ പരാതികളാണ് പറയുന്നത്. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് സാമ്പത്തികമില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഒരു ബുക്ക് മേടിക്കത്തില്ല, ഞാൻ ഇതിനു വേണ്ടി ഒരു കോച്ചിങ്, ഇതിനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ ഞാൻ ബാക്കി എന്തിനും ചിലവഴിക്കും, എന്തിനും ഞാനതിന് സോഴ്സ് അന്വേഷിക്കണം. കാരണം ഇനിയും ഗവൺമെൻറ് ടീച്ചറാണോ? കഴിഞ്ഞ പ്രാവശ്യം കേറ്ററ്റ് നടത്തിയിട്ട് ഈ LPSA UPSAക്ക് മുമ്പ് പലർക്കും, ഈ കൂട്ടത്തിലുള്ള പലരും അന്ന് തൊട്ടേ എക്സാംസ് എഴുതുന്നതായിരിക്കും. കരഞ്ഞുകൊണ്ടല്ലേടോ കഴിഞ്ഞ പ്രാവശ്യം ആപ്ലിക്കേഷൻ വിളിച്ച സമയത്ത് പലരും കേറ്ററ്റ് അയ്യോ അതിൻ്റെ റിസൾട്ട് വന്നില്ല, അല്ലേ? എത്ര സമയം കിട്ടും? ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീണ്ടും വരികയാണ്. കേരള PSC കറക്റ്റായിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. 3 വർഷം ഉള്ള ഒരു എക്സാമിൻ്റെ കാലാവധി. അതിന് നോട്ടിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളുകൾക്കുള്ളിൽ പരീക്ഷ വിളിക്കണം. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ലോങ് ആണ്. സോ എക്സാം കോൾ വിളിക്കുന്നത് എത്രയായിരിക്കും? നേരത്തെ കയറി വിളിക്കും. നിങ്ങൾക്കിനി എത്ര കേറ്ററ്റ് കിട്ടും? നെക്സ്റ്റ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ. ഇനി UP ഉള്ളവരാണെങ്കിൽ ഹൈസ്കൂൾ എഴുതണമെങ്കിൽ എന്ത് വേണ്ട? നമുക്ക് കേറ്ററ്റ് മതി, സെറ്റോ നെറ്റോ അല്ല വേണ്ടത്. ഹൈസ്കൂളിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വേറെ കേറ്ററ്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇപ്പോഴാണ് കിട്ടുന്നത്. നിങ്ങളോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതാണ്. എൻ്റെ ആവശ്യങ്ങൾ എനിക്കൊരു ജോലിയാണ്, എനിക്ക് കേറ്ററ്റ് നിർബന്ധമാണ് എന്ന് സ്വയം പറയുക. ടീച്ചറിൻ്റെ ഏജ് 36 വയസ്സല്ല. പലർക്കും അറിയില്ല. എൻ്റെ ഏജ് ഓവറായി എന്നാണ് മിക്കവരും പറയുന്നത്. 38 വയസ്സായവരൊക്കെ ജനറൽ കാറ്റഗറിയിലുള്ളവർ നമ്മളോട് വിളിച്ച് പറയും എനിക്ക് ഇനി എഴുതാൻ പറ്റുമോ? TTC B.Ed കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികളും മനസ്സിലാക്കുക, നിങ്ങൾക്ക് 40 വയസ്സ് വരെ പരീക്ഷ എഴുതാം. അതിന് പല പരീക്ഷകളും വിളിക്കുന്നുണ്ട്. LP UPയോ ഹൈസ്കൂളോ മാത്രമല്ല, ഇഷ്ടംപോലെ ടീച്ചേഴ്സിന് അവസരങ്ങളുണ്ട്. അത് കണ്ടെത്തുക. അത് ഒരിക്കലും ഇത് വീട്ടിലിരുന്ന് തന്നെത്താനെ ചെയ്യുമ്പോൾ ഇത് മനസ്സിലാവില്ല. നമ്മൾ ഒരു എക്സാം വരുന്ന സമയത്തൊന്ന് അപ്ലൈ ചെയ്യുന്നു, മിക്കപ്പോഴും ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് അറിഞ്ഞില്ല. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങൾ ചെയ്തത്. ആ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് നാണക്കേട്? നിങ്ങൾക്കല്ലേ നാണക്കേട്, അല്ലേ? അതിനാണോ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്തത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പലവിധ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ. പക്ഷേ കഴിഞ്ഞ ഒരു 20 വർഷം നമ്മളെല്ലാവരും, അല്ലെങ്കിൽ 22 വർഷത്തിനുള്ളിൽ നമ്മൾ നേടിയെടുത്ത ഒരു സ്വപ്നമുണ്ട്. അതിലേക്ക് നമ്മൾ നടന്നെടുക്കണം. ആ നടന്നെടുക്കാൻ ഈ പ്രാവശ്യത്തെ കേറ്റിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പറഞ്ഞു തന്ന 3-4 ടിപ്സ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നാ പിടിച്ചോ, സൈക്കോളജിയിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഉറപ്പായും ചോദിക്കുന്ന മേഖലകൾ. ഇങ്ങനെ അങ്ങോട്ട് പഠിച്ച് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എവിടെയാണ്? KCF, NCF, RTE, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും, പേഴ്സണാലിറ്റി, ഡിഫൻസ് മെക്കാനിസം, പിയാഷെ, കോൾബർഗ് അല്ലെങ്കിൽ എറിക്സൺ, ഇവിടെയെല്ലാം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഗാഗ്നേസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ്, ഗാഗ്നയുടെ തിയറീസ്, ഇവാലുവേഷൻ, ടോപ്പ് 10 ടോപ്പിക്സ്. ടോപ്പ് 10 ആണ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷൻസ്. ഉറപ്പിച്ചോ, ഇവയിൽ നിന്നും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സേഫായിട്ട് ലാൻഡ് ചെയ്യും. മനസ്സിലായോ? സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട പോർഷൻസ് ആണ്. ഇനി പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയങ്ക മിസ്സിൻ്റെ ക്ലാസ് ഉണ്ട് ഈ വരുന്ന 8-ാം തീയതി നമ്മുടെ പാലക്കാട് വെച്ചിട്ട്. പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സൈക്കോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഒന്നുറപ്പിച്ചോ, ആ ഒരൊറ്റ ക്ലാസ് മതി. ആ ഒരു ക്ലാസ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഈ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട പോർഷൻസും അവിടെ കവർ ചെയ്യും. ഓക്കെ, അത് പെയ്ഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കണക്ട് ചെയ്യാം. നെക്സ്റ്റ്,
അപ്പം നമ്മൾ മനസ്സിലാക്കി എന്താണ് നമ്മുടെ പ്രശ്നം. ഇതിൽ പകുതിയും പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? ഇതിൽ പകുതിയും പഠിച്ചിട്ടുണ്ടാവില്ല. ഇത് പഠിക്കാനായിട്ട് എടുക്കേണ്ട സമയം വളരെ ചുരുങ്ങിയത് മാത്രമേ എടുക്കാവൂ. അവിടെയാണ് നിങ്ങൾക്ക് പോകുന്നത്. നിങ്ങൾ എല്ലാ വിഷയവും കവർ ചെയ്യുന്നില്ല. എല്ലാ വിഷയവും കവർ ചെയ്യുകയും കോർ ഏരിയ എന്ന് പറയുന്ന ഈ സൈക്കോളജിയും അടുത്തത് ലാംഗ്വേജും നിങ്ങൾ ഇവിടെ നിന്നും മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പണി ഒരുപാട് മുന്നിലോട്ട് പോകും. ഒരുപാട് ഇപ്പം K1 ഉം K2 എഴുതുന്നവരാണെങ്കിൽ ഇവിടെ നിന്നും ഏകദേശം 90 മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഈ 3 വിഷയങ്ങളിൽ കിടക്കുകയാണ്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ്? ലാംഗ്വേജിന് പരിഗണന കൊടുക്കത്തില്ല. എന്തായിരിക്കും? കുറേ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യും. അതിന് പരിഗണന കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിക്കാൻ എടുക്കേണ്ട ടൈം കൂടുതലായിരിക്കണം. പഠിക്കേണ്ട ടൈം, സ്പെൻഡ് ചെയ്യേണ്ട ടൈം ഇവിടെ മറ്റുള്ള സബ്ജക്റ്റിനോ അതിന് ഉപരിയോ കൊടുക്കണം. എങ്കിലേ 90 മാർക്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അടുത്ത നോക്കിക്കേ, ഇതേപോലെ മറ്റൊരു സബ്ജക്റ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കണക്കാണ് പറഞ്ഞു തരുന്നത്, ഉറപ്പിച്ച് ചോദിക്കുന്നത്. നിങ്ങളുടെ ആരുടെയിലൊക്കെ LSS USSന്റെ പുസ്തകം K1 K2 എഴുതുന്നവരാണെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. LSS USSന്റെ ഒക്കെ ബുക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ LSS USSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്ത് പഠിച്ചോ. അവിടെ നിന്ന് മാർക്ക് കിട്ടും. ഇനിയും സംഖ്യകളും അടിസ്ഥാനക്രിയകളും സിമ്പിൾ, LCM HCF സിമ്പിൾ, ഭിന്നസംഖ്യയും ദശാംശസംഖ്യകൾ വളരെ സിമ്പിൾ. അറിയാവുന്ന ഒരു പോർഷൻസ് പറഞ്ഞു കൊടുത്താൽ പിന്നീട് ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. 10/2 ആണോ വലുത്, 3/7 ആണോ വലുത്, ഇതൊക്കെ അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഇവിടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എന്ത് ആഡ് ചെയ്യാനും ഈ 3 പോർഷനൊക്കെ സിമ്പിളായിട്ട് ഫേസ് വാല്യൂ, പ്ലേസ് വാല്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പഠിച്ചാൽ മതിയെന്നേ. ഏറ്റവും ചെറിയ നിസർഗസംഖ്യ എന്ത്, അല്ലെങ്കിൽ ഒരു 3 സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിച്ചു. ഇത് പഠിക്കാൻ വേണ്ടി എത്ര സമയം മെനക്കെടാവും? നമ്മളൊരു 2 days മാക്സിമം 2 days കൊണ്ട് അരച്ച് കലക്കി കണക്ക് ചെയ്യണം. കണക്ക് ചെയ്യണം, നോക്കുകയല്ല, മറ്റൊരാൾ പഠിപ്പിക്കുക എന്നത് മാത്രമല്ല, തന്നെത്താനെ ചെയ്യാൻ പറ്റണം. പലർക്കും അതിനുള്ള കോൺഫിഡൻസ് ഇല്ല, പലർക്കും ഇല്ല. അവിടെയാണ് കണക്കിനെ ഒരു വിരോധ, എനിക്കിഷ്ടമല്ല കണക്ക് എന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ല, 30 മാർക്കിന് കണക്ക് ചോദിക്കുന്നതാണ്. അത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയും അടുത്തത് എന്താണ്? കണക്കിങ്ങനെയാണെങ്കിൽ ക്ലാസ്സിലെ 5 തൊട്ടുള്ള കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞു തന്നാലോ. നോക്ക്, 5ാം ക്ലാസ്സിലെ ഭാഗം വെക്കൽ, ഭിന്നസംഖ്യകൾ. 6ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിൽ ഭാഗങ്ങളുടെ സംഖ്യ വായിക്കണം. 5ാം ക്ലാസ്സിൽ തന്നെ ഭാഗങ്ങൾ ചേരുമ്പോൾ പഠിക്കണം. ദശാംശ രൂപങ്ങൾ, ദശാംശ രീതി, ഈ പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങളാണ് ആ പറയുന്നത്. സമാന്തര രേഖകൾ, കോണുകൾ, ജാമിതി, വൃത്തങ്ങളുടെ അളവുകൾ, ഇവയൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ ചാപ്റ്റേഴ്സൊക്കെ വായിച്ചാൽ തന്നെ കണക്ക് അത്യാവശ്യം മാർക്ക് സ്കൂളിൽ ടെസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക്. കാരണം അവിടെ കാണുമ്പോഴാണ് അയ്യോ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ വരച്ചൊക്കെ ചോദിച്ചേക്കുന്നു. ഇതൊക്കെ എങ്ങനെ പഠിക്കാൻ പറ്റും, അല്ലേ? അപ്പം ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഈ പാഠഭാഗങ്ങൾ എഴുതിയെടുത്തോളൂ. ഈ പാഠഭാഗങ്ങൾ മറക്കരുത്. ഈ പാഠഭാഗങ്ങൾ വേണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് 2013 തൊട്ട് 23 വരെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പോർഷൻസ് മനസ്സിലാകും, അല്ലേ? ഒരു 10 വർഷം അതിൽ എത്രമാത്രം മുന്നോട്ട് ചെയ്യുമോ അത്രയും നല്ലതാണ്. മാറ്റങ്ങൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള 20-25 ദിവസം കൊണ്ട് ഇത് ചെയ്താൽ മതി. ഇത് ചെയ്ത് മുന്നോട്ട് വരാനുള്ള സമയമുണ്ട്. ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ കേട്ടിട്ട് നേടിയെടുക്കാനുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തൊട്ടേ മോഡൽ എക്സാം എഴുതുക, റിവിഷൻ ചെയ്യുക, കോർ ഏരിയ പഠിക്കുക. ഇങ്ങനെ ടോപ്പിക്ക് ഓരോന്നും കണ്ടെത്തണം. അപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക്കും കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങി പോന്നോളൂ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് K1 and K2 എക്സാംസിന് വേണ്ടി. കേട്ടിട്ട് കാറ്റഗറി 3ക്കുമുണ്ട് ക്ലാസ്സുകൾ. ഫോക്കസ് ചെയ്യുന്ന പ്രത്യേക ബാച്ച്. ഇപ്പോൾ പലരും പറയാറുണ്ട്, ടീച്ചർ എൻ്റെ കുറേ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ തവണത്തെ, അത് വെച്ച് ഞാൻ പഠിക്കുകയാണ്. ഞാൻ പറയുന്നു, മക്കളെ നിങ്ങൾ ഇതിലൊരു പരീക്ഷണത്തിന് പോകരുത്, ഇതിലൊരു പരീക്ഷണത്തിന് നിൽക്കരുത്. ഇനി പഠിച്ചിട്ട് കാര്യമില്ലെന്നാണ് മിക്കവരും പറയുന്നത്. വെറുതെ തോന്നലാണെന്നേ, വെറുതെ തോന്നലാ. കഴിഞ്ഞ തവണ എന്താ പിന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് പഠിച്ചോ? ഇല്ല, അന്ന് പഠിച്ചിട്ടില്ല. അപ്പം ഇനിയും മാത്രം പഠിച്ചാൽ എങ്ങനെ കിട്ടും? ഇതാണ് ചോദിക്കുന്നത്. എടോ, ഉള്ള സമയം കറക്റ്റായിട്ട് വെറുതെ നമുക്ക് ക്വിറ്റ് ചെയ്ത് മാറി നിൽക്കാൻ എളുപ്പമാണ്, അല്ലേ? സ്കൂൾ തുറക്കാൻ പോവാണ്, ഇനി എനിക്ക് സമയമൊന്നുമില്ല, ഇങ്ങനെയാണ് പറയുന്നത് മിക്കവരും. അങ്ങനെ ക്വിറ്റ് ചെയ്ത് മാറി നിൽക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും പറ്റും. എനിക്കും നിങ്ങൾക്കും പറ്റും.
പക്ഷേ നമ്മൾ വിജയിക്കണമെങ്കിൽ നമ്മളിവിടെ കുറച്ച് സ്ട്രാറ്റജീസ് എടുക്കണം. ആ സ്ട്രാറ്റജീസ് എടുത്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ടീം CC റെഡിയാണ്. കേട്ടിട്ട് എക്സാംസിന് എന്ന് പറയുമ്പോൾ ഇതേപോലെ റിസൾട്ടുള്ള മറ്റൊരു സ്ഥാപനമില്ല. കോമ്പറ്റിറ്റീവ് ക്രാക്കറിനെ പോലെ കേറ്ററ്റ് എക്സാംസിന് റിസൾട്ടുള്ള മറ്റൊരു സ്ഥാപനമില്ല. അത്രയും റിസൾട്ടാണ് ഓരോ തവണയും ഇവിടെ വരുന്നത്. ആ റിസൾട്ടുമായി എങ്ങനെയാണ് നേടുന്നത്? രാവിലെ നിങ്ങളെ വിളിച്ചെണ്ണിപ്പിച്ച് കണക്ക് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ സൈക്കോളജി പഠിപ്പിച്ച് മലയാളം പഠിപ്പിക്കാനായിട്ട് 1-2 അധ്യാപകരല്ല, വിഷയത്തിൻ്റെ എക്സ്പേർട്സാണ് ഓരോ വിഷയവും പഠിപ്പിക്കുന്നത്. സ്കൂൾ ഇപ്പം യമുന ടീച്ചറൊക്കെ വരുവാണെങ്കിൽ യമുന ടീച്ചർ 10-20 വർഷമായിട്ട് ഈ പരിപാടി തന്നെയാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട സയൻസ് ഫുള്ളായിട്ട് പറഞ്ഞു തരും. ശില്പ മിസ്സുണ്ട്. ഇംഗ്ലീഷ് മീഡിയം നമ്മുടെ ശ്രീകല മിസ്സുണ്ട്. മിസ്സിൻ്റെ കൂടെ വേറൊരു ടീമുണ്ട്. അടുത്തത് ഷൈജു സാറുണ്ട് കണക്കിൽ, ശരണ്യ മിസ്സുണ്ട്, പ്രിയങ്ക മിസ് സൈക്കോളജിയിൽ, അഞ്ജലി മിസ് സൈക്കോളജിയിൽ. ഇവരെല്ലാം ഓരോ വിഷയ എക്സ്പേർട്സുകളാണ്. അപ്പോൾ എല്ലാവരുടെയും ക്ലാസ്സുകൾ ഉണ്ടാകും. വിത്ത് സ്റ്റഡി മെറ്റീരിയൽസ് മോഡൽ എക്സാം ക്യാപ്സൂളിലാക്കി അതിൽ തന്നിരിക്കുകയാണ്. അങ്ങ് ഫോളോ ചെയ്തോളൂ. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലേ? അത് ഞാൻ വീണ്ടും പറയുന്നു. താല്പര്യമുള്ളവർ കണക്ട് ചെയ്യേണ്ട നമ്പർ ഞാനിവിടെ കൊടുത്തിരിക്കാം. തീർച്ചയായും കണക്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ കേട്ടിട്ട് നേടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ തന്നു. പഠിച്ചു നോക്കൂ. വീണ്ടും വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. പിന്നെ മറന്നു പോകണ്ട, കേറ്ററ്റ് എക്സാം എഴുതുന്നവർ എല്ലാവരും താഴെ ഞാനൊരു ഗ്രൂപ്പ് കൊടുത്തിരിക്കാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അവിടെ നമുക്ക് അപ്ഡേറ്റ്സ് അറിയിക്കാം. താങ്ക് യു സോ മച്ച്.